ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസം ആനുവൽ എക്സാം ഫെബ്രുവരി 2011 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. ഒന്നാമത്തെ സെക്ഷൻ പേര് പറയുക. 1. ആരാണ് ഈശോയുടെ അമ്മ? മറിയം. 2. ദൈവം വസിക്കുന്ന ഭവനം ഏത്? സ്വർഗം അല്ലെങ്കിൽ ദേവാലയം. 3. കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതാരെ? ഈശോ. 4. ഇടവകപ്പള്ളിയുടെ പേര് പറയുക. അപ്പം നിങ്ങളുടെ ഇടവകപ്പള്ളിയുടെ പേര് പറയുക. 5. ഈശോയുടെ വളർത്തുപിതാവ് ആര്? വിശുദ്ധ യൗസേപ്പ്. 6. ഈശോയെപ്പോലെ പാവങ്ങളെ സ്നേഹിച്ച കൽക്കട്ടയിലെ അമ്മ? വിശുദ്ധ മദർ തെരേസ. 7. ആരാണ് അനുസരണത്തിൻ്റെ മാതൃക? ഈശോ. 8. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന? സ്വർഗസ്ഥനായ പിതാവേ. ഈ ഒരു സെക്ഷനിൽ 8 ചോദ്യമാണ്. 8 ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം 8 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. സെക്ഷൻ 2 പൂരിപ്പിക്കുക. 9. ഒരിക്കൽ ഡാഷ് മാലാക നസ്രത്തിലെ കന്യകാമറിയത്തിൻ്റെ അടുക്കൽ വന്നു. ഡാഷുള്ളടുത്ത് ഗബ്രിയേൽ മാലാക. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഈശോ മാമോദിസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഡാഷിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ വന്നു. പ്രാവിൻ്റെ. 11ാമത്തെ ക്വസ്റ്റ്യൻ. മാമോദീസയിലൂടെ നാമും ഡാഷ് ആയിത്തീരുന്നു. ദൈവമക്കൾ. 12. ഡാഷ് എൻ്റെ സ്വർഗീയ അമ്മയാണ്. മറിയം. 13. ഡാഷ് എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈശോ. 14. ഡാഷ് നമ്മെ സൃഷ്ടിച്ചു. ദൈവം. ഈ സെക്ഷനിൽ 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 6 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് 3ാമത്തെ സെക്ഷൻ നോക്കാം. ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് പറയുക. ബ്രാക്കറ്റിലെ സ്വർഗം, സേവനം, നസ്രത്ത്, ത്യാഗം എന്നിവ തന്നിട്ടുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷിലെ കൊച്ചു വീട്ടിലാണ് ഈശോ മാതാപിതാക്കളോടൊത്ത് വസിച്ചിരുന്നത്. നസ്രത്ത്. 16. നമ്മൾ എല്ലാവരും ഡാഷിൽ എത്തിച്ചേരണം എന്നതാണ് ഈശോയുടെ ആഗ്രഹം. സ്വർഗം. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും ഡാഷ് ത്യാഗത്തിൻ്റെയും മാതൃക ഈശോ നമുക്ക് നൽകി. ഡാഷുള്ളിടത്ത് സേവനം. ഈ സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 3 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ സെക്ഷൻ നോക്കാം. ചേരുംപടി ചേർക്കുക. 18. ബാലനായ ഈശോ. അപ്പുറത്തെ സൈഡിൽ തന്നിരിക്കുന്നത് ദൈവം, മാതാവ്, മാതാപിതാക്കളെ അനുസരിച്ചു. സ്വർഗം, കാൽവരി എന്നിവയാണ് അപ്പുറത്തെ സൈഡിൽ തന്നിരിക്കുന്നത്. ബാലനായ ഈശോ ഇതിൽ ചേരാവുന്നത് മാതാപിതാക്കളെ അനുസരിച്ചു എന്നതിലേക്ക് നമുക്ക് യോജിപ്പിക്കാം. അടുത്തത് നമ്മുടെ ഭവനം. നമ്മുടെ ഭവനം സ്വർഗം. അടുത്തത് ദൈവകൃപ നിറഞ്ഞവൾ മാതാവ്. സ്വർഗത്തിൽ വസിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നത് ദൈവം. 18. ബാലനായ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചു. 19. നമ്മുടെ ഭവനം സ്വർഗം. 20. ദൈവകൃപ നിറഞ്ഞവൾ മാതാവ്. 21. സ്വർഗത്തിൽ വസിക്കുന്നു ദൈവം. ഈ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 4 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്തത് 5ാമത്തെ സെക്ഷനാണ്. ശരിയോ തെറ്റോ എന്ന് പറയുക. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ. ഈശോ ദേവാലയത്തിൽ പോയിരുന്നില്ല. തെറ്റാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ശരിയാണ്. 24. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുന്നത് വിശുദ്ധരും മാലാഖമാരുമാണ്. ശരിയാണ്. ഈ സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനെ ഓരോ മാർക്ക് വീതം 3 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് 6ാമത്തെ സെക്ഷൻ നോക്കാം. ഉത്തരം പറയുക. 25ാമത്തെ ക്വസ്റ്റ്യൻ. മാലാഖ മറിയത്തോട് പറഞ്ഞതെന്ത്? പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 38 അതിൻ്റെ ആൻസർ ഉണ്ട്. 26. ഈശോയുടെ അടുത്തേക്ക് വന്ന കുട്ടികളെ തടഞ്ഞ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞതെന്ത്? പാഠപുസ്തകം പേജ് നമ്പർ 53 അതിൻ്റെ ആൻസർ ഉള്ളത്. ഇനി 27. നിങ്ങൾ എങ്ങനെ നല്ല കുട്ടികളായി വളരും? അടുത്തത് 28. ഈശോ മാതാപിതാക്കളോടൊത്ത് ദേവാലയത്തിൽ പോയിരുന്നത് എന്തിനെ? പേജ് നമ്പർ 45 അതിൻ്റെ ആൻസർ ഉണ്ട്. ഈ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം
20 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്തത് നമുക്ക് 7ാമത്തെ സെക്ഷൻ നോക്കാം. പ്രാർത്ഥന ചൊല്ലുക. 29ാമത്തെ ക്വസ്റ്റ്യൻ, സ്വർഗസ്ഥനായ പിതാവേ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിച്ച് ചൊല്ലണം. അപ്പോൾ അതിന് 6 മാർക്കാണ് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബായ്.